ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണം വളരെ ശക്തമായി ചിന്തിക്കുന്ന നാട്ടിൽ റിസർവേഷൻ ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ നടപ്പിലാക്കാനുള്ള സമയക്രമങ്ങൾ മാത്രമേ ഇനിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ 2 സഭകളിലും പാസ്സായി. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുമിട്ടിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്? ഡീലിമിറ്റേഷൻ കഴിയണം, സെൻസസ് കഴിയണം, മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടക്കണം, അതിനുശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം ഒരു കാര്യം അവസാനമായിട്ടുള്ള പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്, ഇംപ്ലിമെന്റേഷന്റെ സിസ്റ്റത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കറിയാം ഈ ഒരു പ്രോസസ് ഒരു ദിവസം കൊണ്ട് വന്നതല്ല. വുമൻസ് റിസർവേഷൻ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം 1989 ആദ്യമായി ഈ ആശയം രാജീവ് ഗാന്ധി ലോകസഭയിൽ വെക്കുകയുണ്ടായി. അന്നു മുതൽ പല പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. ആണുങ്ങളായിട്ടുള്ള എംപിമാരൊക്കെ ഇതിനെ എതിർത്തു. തുടർന്ന് ഇത് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം പറയുന്ന നമ്മൾ, ഇക്വാളിറ്റിയെ പറ്റി പറയുന്ന നമ്മൾ, സ്ത്രീകൾക്ക് ആ പ്രാധാന്യം നൽകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അങ്ങനെ പല രീതിയിൽ ഇതിനുവേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. സെൻസസ് ആണല്ലോ ഇതുമായിട്ടൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട ഘടകം. അതോടൊപ്പം തന്നെ 33% സംവരണം എന്ന ഘടകത്തിലേക്ക്, ആ 33% സംവരണം എന്ന ഘട്ടത്തിലേക്ക് വനിതാ സംവരണ ബില്ല് കടന്നിരിക്കുകയാണ്. ഏകദേശം ഈ 2029 ലോകസഭയിൽ ഈ പറയുന്ന അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത് എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇത് ലോകസഭയിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യസഭയിൽ ഇല്ല എന്നുള്ളത് നാം വ്യക്തമാക്കണം. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു ഇത് 1989 രാജീവ് ഗാന്ധി തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 2008, 2010 ഇതിനുവേണ്ടി UPA സർക്കാർ ശക്തമായ രീതിയിൽ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയൊക്കെ കൊണ്ടുവന്നു. ലോകസഭയിലൊക്കെ ചർച്ചയായി, പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ 2023 NDA ഗവൺമെന്റ് അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് വനിതാ ബിൽ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും ഇതിനെ എതിർക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കപ്പെടാൻ ലേറ്റ് ആവുന്നു എന്നുള്ളത് വലിയ ചർച്ചയാണ്. നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിൽ ഇത് പ്രാവർത്തികമാക്കുകയും അങ്ങനെ 50% സംവരണം സ്ത്രീകൾക്ക് ലഭിക്കുകയും ചെയ്തത് നമുക്കറിയാം. അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ കുറച്ചധികം സീറ്റ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യയിൽ അപ്പോൾ അവിടെ നമ്മൾ പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് ഒരു പ്രാവശ്യം അത് പുരുഷന്മാർ മത്സരിക്കുന്നെങ്കിൽ തൊട്ടടുത്ത പ്രാവശ്യം സ്ത്രീകൾ മത്സരിക്കുന്ന അതേ ഗണത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ 33% സംവരണങ്ങൾ നടപ്പിലാകുന്നതോടുകൂടി 2029 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ശേഷമായാലും. കാരണം ഞാൻ പറഞ്ഞതുപോലെ 2026 സെൻസസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്, SIR ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വളരെ മഹനീയമായ ഒരു പദ്ധതി, ഒരു പരിപാടിയാണ്. വളരെ മഹനീയമായ ഒരു ഇടപെടൽ സ്ത്രീകൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ എൻ്റെ അഭിപ്രായത്തിൽ, എല്ലാവരും പറയപ്പോൾ സ്ത്രീകൾ രംഗത്തോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടെ അലങ്കോലപ്പെടും എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളുണ്ടാവും. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് സ്ത്രീകൾ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യക്ഷമത വർദ്ധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ട നടപടികളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് 33% സംവരണങ്ങൾ പിന്നെ ഈ കാലങ്ങൾ കഴിയുമ്പോൾ 50% എത്തും. ഇപ്പോൾ പല പ്രതിസന്ധികൾ ഉണ്ടാവാം, രാഷ്ട്രീയപരമായ വലിയ പ്രതിസന്ധികളുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷ എംപിമാര് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പോൾ 50% പോകാൻ ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ കാലങ്ങളിൽ അത് 50% പോകും. ഇപ്പോൾ 33% എന്ന് പറയുന്നതും വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും നിയമപരമായ കുരുക്കുകളോ? നിയമപരമായ കുരുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടതോടുകൂടി ബില്ല് പാസ്സായിരിക്കുകയാണ്. ഇനി ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷനിൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് സെൻസസ് എടുക്കണം. അതോടൊപ്പം തന്നെ ബൗണ്ടറി റീസെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് 2026 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ 2029 ആകുമ്പോഴത്തേക്കൊക്കെ ഇത് ശരിയായി വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതിനുശേഷം മാത്രമേ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ നോർത്ത് സൗത്ത് തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്താണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സെൻസസ് എടുക്കുമ്പോൾ
നമുക്ക് വലിയ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. 2026 വരെ ഇങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ട, അത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് പണ്ടത്തെ 84 അമെൻഡ്മെന്റ് പ്രകാരം അതുപോലെ തന്നെ 42 പ്രകാരം ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരുന്നതാണ്. ഇനി ഒരു സീറ്റുകൾ കൂട്ടാൻ ഒക്കില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ ഇപ്പോൾ ജനസംഖ്യ ക്രമാനുഗതമായി വർദ്ധിച്ചതുകൊണ്ടും അത് മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വലിയൊരു പ്രതിസന്ധി നമ്മളിവിടെ അനുഭവപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോർത്തും സൗത്തും തമ്മിലാണ് എന്നുള്ളതാണ്. നോർത്തിൽ ജനസംഖ്യ ക്രമാനുഗതമായി ബീഹാറിലായാലും അതോടൊപ്പം തന്നെ യുപിയിലായാലും രാജസ്ഥാനിലൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ഡീലിമിറ്റേഷനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായി പറയാം. ഞാനിപ്പോൾ വനിതാ സംവരണ ബില്ലിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് 33% സംവരണം ലഭിക്കുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കത്തക്കതാണ്. അതിന്റെ ജനാധിപത്യത്തിന്റെ വലിയ ശാക്തീകരണമാണ്. സോഷ്യലിസവും ഒക്കെ ശക്തിപ്പെടുന്നതിനും സ്ത്രീ പ്രാതിനിധ്യം, വലിയ ജനസംഖ്യ കൂടുതലുള്ള സ്ത്രീകളാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീജനങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിനകത്ത്, അവരെ മാറ്റി നിർത്തുന്നതിനകത്ത് ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീജനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ഒരു നൂതന കാലഘട്ടത്തിൽ അവരുടെ സംഭാവനകളൊക്കെ വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അതിനെ ഞാൻ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 2023 ചരിത്രപ്രധാനമായ ആ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ഇച്ഛാശക്തിയോട് പാസ്സാക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ട് നിന്നു. എന്നാൽ അത് ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന രീതിയിൽ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ NDAയും അതിന്റെ ഒരു പ്രശംസ അർഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിനകത്ത് അഭിമാനിക്കത്തക്കതുമാണ്. ഇത്രയും കൺക്ലൂഡ് ചെയ്യാണ്. 33% സംവരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 ആശംസകൾ അറിയിക്കുന്നു. സ്ത്രീ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഈ മഹത്തരമായ പ്രാതിനിധ്യ സഭയിലുള്ള നിങ്ങളുടെ പ്രാതിനിധ്യത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങളിൽ നിന്ന് വലിയ ശക്തമായ നേതൃത്വങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. അതുകൊണ്ട് പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം ഏറണം. അവരിത് മനസ്സിലാക്കിയുള്ള പ്രവർത്തനത്തിൽ പന്താവിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള. ചില എതിർപ്പുകൾ OBC ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. കാരണം OBCയിൽ റിസർവേഷൻ ഇല്ല, SC/STയിൽ മാത്രമേ ഇത്തരത്തിലുള്ള സീറ്റുകളിൽ റിസർവേഷൻ ഉള്ളൂ എന്നുള്ളതൊക്കെ ചർച്ചയാണ്. ഇതൊക്കെ കേരളത്തിൽ വലിയ ചർച്ച SC/STക്ക് കൊടുത്താൽ മതിയെങ്കിലും അവിടെ OBC എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വലിയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത്. അവിടെ SC ഭാഗത്തു നിന്നൊക്കെ സമ്പന്നതയിൽ കടന്നു വരുന്നവരുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുണ്ട്. അതൊന്നും നമ്മുടെ ഈ വിഷയത്തിന്റെ ഭാഗമായി എടുക്കുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് വനിതാ സംവരണ ബിൽ ഇന്ത്യയിൽ പാസ്സാവുന്നു, നടപ്പിലാക്കപ്പെടുന്നു. അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെല്ലാവിധമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.